വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 ദിവസമായി ഒളിവിലായിരുന്ന അഭിഭാഷകനെ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് തലസ്ഥാന നഗരിയിൽ തന്നെയായിരുന്നു. കഴക്കൂട്ടം പള്ളിത്തുറ സ്വദേശിയായ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നുവെന്നതാണ് ബെയ്ലിന്റെ മൊഴി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് പൂന്തുറയിലെ സ്വന്തം വീട്ടിലെത്തി. തിരികെ മടങ്ങും വഴിയാണ് ഷാഡോ പോലീസ് സംഘത്തിന്റെ കണ്ണിൽപ്പെട്ടത്. തുടർന്ന് ബൈക്കിൽ പിന്തുടർന്ന ഷാഡോ പോലീസ് തുമ്പ SHOയ്ക്ക് വിവരം നൽകുകയും വാഹനം തടഞ്ഞു നിർത്തി പിടികൂടുകയുമായിരുന്നു. സഹോദരന്റെ കാറിൽ സഞ്ചരിച്ച ബെയ്ലിൻ ദാസിനെ കാറിന്റെ നമ്പർ ചേസ് ചെയ്താണ് പോലീസ് പിടികൂടിയത്. പള്ളിത്തുറയിലെ സുഹൃത്തിനെ കൂടാതെ അഭിഭാഷകരടക്കം മറ്റാരെങ്കിലും ഒളിത്താവളം ഒരുക്കിയിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിക്കുകയാണ് പോലീസ്. അതിനിടെ ഇന്നലെ രാത്രി തന്നെ ബെയ്ലിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കണമെന്ന് അഭിഭാഷകരിൽ ഒരു വിഭാഗം പോലീസിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാൻ വേണ്ടിയായിരുന്നു അഭിഭാഷകരുടെ ഈ നീക്കം. എന്നാൽ ഇന്നു തുറക്കുന്ന കോടതിയിൽ ഹാജരാക്കിയാൽ മതിയെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതോടെയാണ് അഭിഭാഷകരുടെ പദ്ധതി പൊളിഞ്ഞത്. ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ പോലീസ് അപേക്ഷ നൽകും. ബെയ്ലിൻ ദാസ് ജാമ്യാപേക്ഷയും സമർപ്പിക്കും. തെളിവുകളുടെ അഭാവത്തിൽ അഭിഭാഷകന് ജാമ്യം നൽകാനാവില്ലെന്നും തെളിവ് തന്റെ മുഖത്തുണ്ടെന്നുമായിരുന്നു അറസ്റ്റിനെ തുടർന്ന് മർദ്ദനത്തിനിരയായ ശ്യാമിലിയുടെ പ്രതികരണം. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയാണ് ക്രൂരമർദ്ദനത്തിനിരയായ പെൺകുട്ടി. മർദ്ദനത്തിന് തൊട്ടു പിന്നാലെ ഇവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അഭിഭാഷകൻ മോപ്പ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. മുൻപും താൻ ഗർഭിണിയായിരുന്ന കാലയളവിലും ഇതേ അഭിഭാഷകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നെന്നും പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നു. മറ്റുള്ള സ്റ്റാഫുകളോടും അഭിഭാഷകൻ ഇപ്രകാരം തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. ഇരുവരും തമ്മിൽ രാവിലെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തർക്കമുണ്ടായിരുന്നതിനെ തുടർന്ന് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചെന്നായിരുന്നു മൊഴി. കണ്ടുനിന്ന ആരും എതിർത്തില്ലെന്നും യുവതി പറയുന്നു. അഭിഭാഷകനെ അകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ ബാർ അസോസിയേഷൻ അനുവദിച്ചില്ലെന്നും ആരോപണമുയർന്നിരുന്നു. നിസ്സാര കാര്യങ്ങളിൽ പോലും വിശദീകരണം കേൾക്കാൻ തയ്യാറാവാതെ ദേഷ്യത്തിൽ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകും. മുഖത്തേക്ക് ഫയലുകൾ വലിച്ചെറിയും. ജൂനിയേഴ്സിനോട് ജോലി നിർത്തിക്കോളാൻ പറയും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മർദ്ദിക്കും. പിന്നാലെ അതേ സാഹചര്യത്തിൽ ക്ഷമ ചോദിക്കും. ഇപ്രകാരം തുടർന്ന ബെയ്ലിൻ ദാസിന്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ജൂനിയേഴ്സ് ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. Subscribe to One India and never miss an update.